Devika's Kitchen Recipesലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കട്ട്ലറ്റിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഫിഷ് കട്ട്ലറ്റ് ആണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ റമദാൻ ടൈം ആണല്ലോ. അപ്പോൾ ഇഫ്താർ സ്നാക്ക് ആയിട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ല ഒരു സ്നാക്ക് റെസിപ്പിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഉണ്ടാക്കാനും നല്ല എളുപ്പമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഫിഷ് കട്ട്ലറ്റ് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 300 ഗ്രാം മീനാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ വറ്റ മീനിന്റെ ഫില്ലറ്റ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് പകരം ഏത് മീൻ വേണമെങ്കിലും എടുക്കാം. ഇതിപ്പോൾ ഫില്ലറ്റ് ആയതുകൊണ്ട് തന്നെ ഇതിൽ മുള്ളില്ല, ഫ്ലഷ് മാത്രമായിട്ടാണ് ഉള്ളത്. അപ്പം മുള്ളുള്ള മീനാണെന്നുണ്ടെങ്കിൽ വേവിച്ചതിന് ശേഷം അതിന്റെ മുള്ള് മാറ്റിയിട്ട് എടുത്താൽ മതി. അപ്പോൾ ഇത് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പം ഞാനിത് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് ഒരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഈ മീനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി മീൻ വേവാൻ ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളം വേണ്ട, ഒരു 1/4 കപ്പ് വെള്ളം മതി. മീൻ വേവാൻ ആവശ്യത്തിന് മാത്രമുള്ള വെള്ളം മതി. അപ്പൊ വെള്ളവും കൂടെ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ചു വെച്ച് നന്നായിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ മീനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ ഞാനിപ്പം ഇത് ഈ തവി വെച്ച് തന്നെ ഒന്ന് ഉടച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ ഒന്ന് ഉടച്ചെടുക്കുകയാണ്. മീൻ നന്നായിട്ട് വെന്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതേപോലെ ഒന്ന് തവി വെച്ച് തന്നെ നമുക്ക് ഉടച്ചെടുക്കാനായിട്ട് പറ്റും. ഇനിയിപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂടൊന്ന് മാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് വിപ്പ് ചെയ്തെടുത്താലും മതി. ഇനിയിപ്പോൾ മുള്ളുള്ള മീനാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് അതിൻ്റെ മുള്ള് മാറ്റിയതിന് ശേഷം ഇതുപോലെ ഒന്ന് ഉടച്ചെടുത്താൽ മതി. ഇപ്പോൾ ഇതാ ഞാനിതെല്ലാം നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ നമുക്ക് നന്നായിട്ട് ഉടച്ചെടുക്കണം. ഒരുപാട് വലിയ കഷ്ണങ്ങളായിട്ട് കിടക്കരുത്. അതാവുമ്പോൾ നമുക്ക് കട്ട്ലറ്റ് നമുക്ക് ഷേപ്പിൽ ഉരുട്ടിയെടുക്കാനായിട്ട് പറ്റത്തില്ല. അപ്പൊ ഈ ഒരു രീതിയിൽ ചെറുതായിട്ട് പൊടിയായിട്ടൊന്ന് ഉടച്ചെടുത്താൽ മതി. അപ്പൊ ഇനി നമുക്ക് കട്ട്ലറ്റിലേക്കുള്ള മസാല തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സവാള എടുത്തിട്ടുണ്ട്. ഇതിപ്പോ ഞാൻ 2 മീഡിയം സൈസിലുള്ള സവാള ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ചെറിയൊരു കഷ്ണം ഇഞ്ചി അതും ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ 3 അല്ലി വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. അതും ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ ഇഞ്ചിയും വെളുത്തുള്ളിയും ചോപ്പ് ചെയ്തെടുക്കുന്നതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ അരച്ച് പേസ്റ്റ് രൂപത്തിലാക്കിയിട്ടും ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. 2 പച്ചമുളക് അതും ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഈ ചൂടായ ഒരു പാനിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് വഴട്ടിയെടുക്കാം. വെളിച്ചെണ്ണയ്ക്ക് പകരം വേറെ ഏത് ഓയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി സവാള ചേർത്ത് കൊടുക്കാം. അപ്പോൾ സവാളയും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് വഴട്ടിയെടുക്കാം. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പിലയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കുന്നതാണ് നല്ലത്. മുഴുവനെ ഇടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കട്ട്ലറ്റ് ഷേപ്പ് ചെയ്യുന്ന സമയത്ത് പുറത്തോട്ട് നിൽക്കും. അപ്പോൾ അതിൽ നല്ലത് ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴട്ടിയെടുക്കാം. ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് വരട്ടെ. ഇപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷനിലാണ്, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പൊടികൾ ഇത്ര മാത്രമേ നമ്മൾ ചേർക്കുന്നുള്ളൂ. ഇതിലേക്ക് നമ്മൾ മുളക് പൊടി ചേർക്കുന്നില്ല. കട്ട്ലറ്റിൽ കുരുമുളകും പച്ചമുളകുമാണ് എരിവിന് വേണ്ടിയിട്ട് ചേർക്കുന്നത്. അതായിരിക്കും കൂടുതൽ ടേസ്റ്റ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് മുളക് പൊടി വേണം എന്നുണ്ടെങ്കിൽ 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ പച്ചമുളകൊക്കെ ഓരോരുത്തരുടെ എരിവിന്റെ അനുസരിച്ച് ചേർത്ത് കൊടുത്തോണം. അപ്പോൾ ഇനിയും പൊടികളുടെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ നന്നായിട്ട് ഒന്ന് വഴട്ടിയെടുക്കാം. ഇപ്പൊ പൊടികളുടെ ആ ഒരു പച്ചമണം ഒക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മൾ ഉടച്ചു വെച്ചിരിക്കുന്ന മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മീനും കൂടെ ചേർത്തതിന് ശേഷം നമ്മളിത് നന്നായിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ മീനിലേക്ക് അതിന്റെ മസാലകളൊക്കെ നന്നായിട്ട് വരത്തക്ക രീതിയിൽ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് പൊട്ടറ്റോ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം മീഡിയം സൈസിലുള്ള 2 പൊട്ടറ്റോ നന്നായിട്ട് പുഴുങ്ങിയെടുത്ത് ഉടച്ചു വെച്ചിരിക്കുകയാണ്. ഉപ്പിട്ടാണ് ഞാൻ പുഴുങ്ങി വെച്ചിരിക്കുന്നത്. അപ്പോൾ വലിയ പൊട്ടറ്റോ ആണെന്നുണ്ടെങ്കിൽ 1 എടുത്താൽ മതി. ഞാനിപ്പം മീഡിയം സൈസിലുള്ള 2 എടുത്തിരിക്കുന്നത്. അപ്പോൾ പൊട്ടറ്റോ നമ്മൾ ചെറിയ ഒരു ചൂടോട് കൂടിയിട്ട് തന്നെ തൊലി കളഞ്ഞ് ഉടച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഉടഞ്ഞു കിട്ടും. അപ്പോൾ ഇനി ഈ മസാല നന്നായിട്ട് പൊട്ടറ്റോയിലേക്കും കൂടെ വരത്തക്ക രീതിയിൽ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് കുറച്ചൊരു
ടൈറ്റ് ആയിട്ടുള്ള ഒരു മസാലയായിട്ടാണ് നമുക്ക് കിട്ടേണ്ടത്. നമുക്ക് കയ്യിൽ വെച്ച് ഉരുട്ടാൻ പറ്റത്തക്ക രീതിയിൽ കുറച്ചൊരു ടൈറ്റ് ആയിട്ടാണ് കിട്ടേണ്ടത്. ഇപ്പോൾ നമ്മൾ പൊട്ടറ്റോയും എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനി ചെറുതായിട്ട് ചൂടൊന്ന് മാറിയതിന് ശേഷം നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കാം. ഇപ്പോൾ നമ്മളുടെ കട്ട്ലറ്റിന്റെ മസാലയൊക്കെ ചൂടൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇതിനി നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം. ഇനി ഞാനിവിടെ ഒരു മുട്ട എടുത്തിട്ടുണ്ട്. അത് നമ്മൾ കട്ട്ലറ്റ് ഈ മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഞാനിവിടെ കുറച്ച് ബ്രെഡ് ക്രംസും എടുത്തിട്ടുണ്ട്. മുട്ടയിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം ബ്രെഡ് ക്രംസിലും കൂടെ ഒന്ന് കവർ ചെയ്തെടുക്കാൻ. ഈ മുട്ട നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ നമുക്കിനി കട്ട്ലറ്റ് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഇതേപോലെ കുറച്ചായിട്ട് എടുത്തിട്ട് ഞാൻ ഇതുപോലെ കയ്യിൽ വെച്ചിട്ട് തന്നെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ കട്ട്ലറ്റിന്റെ മോൾഡ് ഉണ്ടെങ്കിൽ അതിൽ വെച്ചിട്ട് എടുത്താൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ബോട്ടിലിന്റെ അടപ്പ് വെച്ചിട്ട് അതിൽ വെച്ചിട്ടും ഷേപ്പ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഷേപ്പ് ആണെങ്കിൽ നമുക്ക് റൗണ്ടിൽ വേണമെങ്കിൽ എടുക്കാം, ഓവൽ ഷേപ്പിൽ എടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാം. ഞാനിപ്പോൾ റൗണ്ട് ഷേപ്പിലാണ് എടുക്കുന്നത്. അപ്പോൾ ഇതേ രീതിയിൽ കയ്യിൽ വെച്ച് തന്നെ ഒന്ന് പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഉരുട്ടുമ്പോൾ ഈ ഒരു രീതിയിൽ കിട്ടത്തക്ക രീതിയിൽ ഒരു ടൈറ്റ്നെസ് ഉണ്ടാവണം ഇതിന്റെ ആ ഒരു മസാലയ്ക്ക്. മസാല ലൂസായി പോവുകയാണെങ്കിലും ടെൻഷൻ അടിക്കേണ്ട. കുറച്ച് ബ്രെഡ് ക്രംസ് കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പൊ ഈ ഒരു തിക്നെസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കട്ട്ലറ്റ് പൊട്ടിപ്പോകാതെ നന്നായിട്ട് തന്നെ കിട്ടത്തുള്ളൂ. ആ മസാല ലൂസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് ഇതുപോലെ ഉരുട്ടിയെടുക്കാൻ പറ്റത്തില്ല. കട്ട്ലറ്റ് നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് പൊട്ടിപ്പോവുകയും ചെയ്യും. അപ്പൊ അതാ ഈ ഒരു രീതിയിലാണ് ഞാനിത് ഷേപ്പ് ചെയ്തെടുക്കുന്നത്. അപ്പൊ ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ നമുക്കൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് കംപ്ലീറ്റ് ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വലിപ്പത്തിൽ എനിക്ക് മൊത്തം 15 എണ്ണമാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇത് ഓരോന്നായിട്ട് മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിലും കൂടെ ഒന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ അതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. അപ്പോൾ ചിലർ മുട്ടയുടെ വെള്ള മാത്രമേ എടുക്കാറുള്ളൂ, മഞ്ഞ എടുക്കാറില്ല. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച്. ഞാനിവിടെ കട്ട്ലറ്റ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും മുട്ട കംപ്ലീറ്റ് ആയിട്ടാണ് എടുക്കാറുള്ളത്. അപ്പോൾ ഞാൻ ബ്രെഡ് ക്രംസിലും കൂടെ ഒന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഇനി ഒന്നുകൂടെ മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്ത് വീണ്ടും ബ്രെഡ് ക്രംസിൽ ഒന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട്, ഒരു ഡബിൾ കോട്ടിംഗ് മാതിരി. അത് താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു കോട്ടിംഗ് ചെയ്താൽ മതി. പക്ഷെ ഇങ്ങനെ ഡബിൾ കോട്ടിംഗ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കട്ട്ലറ്റ് ഒട്ടും പൊട്ടിപ്പോകാതെ നന്നായിട്ട് തന്നെ കിട്ടും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എപ്പോഴും കട്ട്ലറ്റ് ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഒരു ഡബിൾ കോട്ടിംഗ് ചെയ്തിട്ടാണ് എടുക്കാറുള്ളത്. അപ്പൊ അത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്താൽ മതി. പക്ഷെ അന്നേരം കട്ട്ലറ്റ് ഒട്ടും തന്നെ പൊട്ടിപ്പോകാതെ നന്നായിട്ട് തന്നെ കിട്ടും നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത്. അപ്പൊ ഇതേ രീതിയിൽ നമുക്ക് ബാക്കിയുള്ള കട്ട്ലറ്റ് എല്ലാം ഇതേപോലെ മുട്ടയിൽ ഡിപ്പ് ചെയ്ത് ബ്രെഡ് ക്രംസിലും ഒന്ന് കവർ ചെയ്തിട്ടെടുക്കാം. അപ്പൊ ഞാൻ എല്ലാം ഇതേപോലെ ഒന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. 15 എണ്ണം ഞാൻ ഇതേപോലെ ഒന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഈ രീതിയിൽ നിങ്ങൾ തയ്യാറാക്കി വേണേൽ ഫ്രീസറിൽ വെക്കാം. അപ്പൊ നിങ്ങൾക്ക് ഇന്ന് തന്നെ അത് ഫ്രൈ ചെയ്യണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ രീതിയിൽ ഒന്ന് തയ്യാറാക്കിയിട്ട് ഫ്രീസറിൽ വെച്ചിരുന്നാൽ മതി. നമുക്ക് ആവശ്യമുള്ളപ്പം എടുത്ത് ഫ്രൈ ചെയ്യാൻ പറ്റും. ഞാനിപ്പം ഇത്ര മാത്രമേ ഫ്രൈ ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ളത് ഞാൻ ഫ്രീസറിൽ എടുത്ത് വെച്ചേക്കാണ്. അപ്പൊ എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് കട്ട്ലറ്റ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് രണ്ട് സൈഡും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഓൾറെഡി എല്ലാം വെന്ത സാധനങ്ങളായതുകൊണ്ട് രണ്ട് സൈഡും നല്ല ബ്രൗൺ കളറായി വരുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി. ഒരുപാട് കുക്ക് ചെയ്യാനൊന്നുമില്ല. മീനും ഇതിൽ ചേർത്തിരിക്കുന്ന മസാലയും പൊട്ടറ്റോ എല്ലാം ഓൾറെഡി കുക്ക് ചെയ്തതാണ്. അപ്പൊ ഞാൻ ഒരു സൈഡ് ഒന്ന് ഫ്രൈ ആയി വന്നപ്പോൾ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് നമ്മൾ രണ്ട് സൈഡും തിരിച്ചു മറിച്ചു വിട്ട് ഒരു ബ്രൗൺ കളറായി വരുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പൊ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. അപ്പോൾ ഞാൻ കംപ്ലീറ്റ് എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കട്ട്ലറ്റ് ആണ്, എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നന്നായിട്ട് തന്നെ നമ്മുടെ കട്ട്ലറ്റ് കിട്ടിയിട്ടുണ്ട്. ഒട്ടും തന്നെ പൊട്ടിപ്പോവൊന്നും ചെയ്യാതെ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീഡിയോയുടെ ഇടയിൽ പറഞ്ഞ ടിപ്സ് ഒക്കെ ഒന്ന് ഫോളോ ചെയ്താൽ മതി. അപ്പോൾ ഒട്ടും തന്നെ പൊട്ടിപ്പോകാതെ നല്ലതായിട്ട് തന്നെ നമ്മുടെ കട്ട്ലറ്റ് കിട്ടും. അപ്പോൾ പുറമേ നല്ല ക്രിസ്പി ആയിട്ടുള്ള കട്ട്ലറ്റ് ആണ്. കണ്ടില്ലേ, നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കട്ട്ലറ്റ് ആണ്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. നല്ലൊരു ഈവനിങ് സ്നാക്കാണ്. ഇപ്പം നോമ്പിന്റെ സമയമാണല്ലോ. അപ്പം ഇഫ്താർ സ്നാക്കായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ് ഇത്. ഏത് മീൻ വെച്ച് വേണമെങ്കിലും നിങ്ങൾക്ക് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞാൻ ഇതിന് മുന്നേ ചിക്കൻ പോപ്കോണിന്റെ വീഡിയോയും ചിക്കൻ കട്ട്ലറ്റിന്റെ വീഡിയോയും ഇട്ടിട്ടുണ്ട്. ചിക്കൻ കട്ട്ലറ്റ് നമ്മൾ ചാനൽ തുടങ്ങിയ ആദ്യ സമയത്ത് ഇട്ട വീഡിയോ ആണ്. അപ്പോൾ കുറച്ച് ക്ലാരിറ്റിയുടെ ഒക്കെ ഒരു പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതിന്റെ രണ്ടും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പൊ ഈ ഫിഷ് കട്ട്ലറ്റ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ്. അപ്പം തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സിലൂടെ അറിയിക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ ഞാൻ ഇതിൽ ഒരു കട്ട്ലറ്റ് ഒന്ന് മുറിച്ച് കാണിച്ചു തരാം.
പുറമേ നല്ല ക്രിസ്പി ആയിട്ടുള്ള കട്ട്ലറ്റ് ആണ്. അപ്പോൾ ഇതാ കണ്ടില്ലേ, നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നമ്മുടെ കട്ട്ലറ്റ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അടുത്ത വീഡിയോയിൽ വേറൊരു നല്ല റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്